പ്രിയപ്പെട്ടവരെ, ചൈനയിലെ രണ്ടാം ദിവസത്തെ യാത്ര ഷാങ്ഹായ് നഗര കാഴ്ചകളിലേക്കാണ്. ഇന്ന് ജേഡ് ടെമ്പിളും യുവാൻ ഗാർഡനുമാണ് ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത്. ചൈനയിലെ ഏറ്റവും വലിയതും ഏറ്റവും വികസിതവുമായ നഗരമാണ് ഷാങ്ഹായ്. ഏകദേശം 2.5 കോടിയിലധികം ജനങ്ങളാണ് ഈ നഗരത്തിൽ വസിക്കുന്നത്. ചൈനയിലെ സാമ്പത്തിക തലസ്ഥാനമാണ് ഈ നഗരം. മൊത്തം ഇതിൻ്റെ വിസ്തൃതി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. 6340 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ നഗരത്തിനുള്ളത്. ഇതിലെ 1800 ചതുരശ്ര കിലോമീറ്റർ വെറും നഗരപ്രദേശം മാത്രമാണ്. ബാക്കി 4500 കിലോമീറ്റർ ഉപനഗരങ്ങളും അതുപോലെ തന്നെ ഗ്രാമങ്ങളും ചേർന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാശ്ചാത്യവും ചൈനീസ് പരമ്പരാഗതത്വവും ഒരുമിച്ച് വളർന്നു വന്ന നഗരമാണിത്. അതിനാൽ ചൈനയുടെ മുഖം ലോകത്തേക്ക് തുറന്ന ജനാല എന്ന പേരിലും ഈ നഗരം, ഷാങ്ഹായ് നഗരം അറിയപ്പെടുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ രാജമാഷ് ആണ് പാടുന്നത്. നമ്മളിതാ ഷാങ്ഹായ് നഗരത്തിലെ പ്രസിദ്ധമായ ജേഡ് ബുദ്ധ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി ഈ ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്ക് നടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാങ്ഹായിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ബൗദ്ധ ക്ഷേത്രമാണ് ജേഡ് ടെമ്പിൾ. ചൈനീസ് ഭാഷയിൽ യുഫോ ചാൻസി എന്നാണ് വിളിക്കപ്പെടുന്നത്. 1882 ഭിക്ഷു ഹുവാൻ ജൻ എന്ന ബുദ്ധ സന്യാസിയാണ് ഇത് നിർമ്മിച്ചത്. പഴയ മ്യാൻമറിൽ, അതായത് ഇന്നത്തെ ബർമയിൽ നിന്ന് കൊണ്ടുവന്ന 2 ജേഡ്, അതായത് വെണ്ണക്കൽ പ്രതിമകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സമാധി ബുദ്ധനും ശയന ബുദ്ധനും. നമുക്ക് കാഴ്ചകൾ കാണാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചൈനക്കാരി ചൈനീസ് ഗൈഡാണ്. എസ്തർ എന്നാണ് അവരുടെ പേര്. വേറൊരാൾ കൂടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതായത് ഏഷ്യാനെറ്റ്, അമൃത ടിവികളിൽ സീരിയലിൽ അഭിനയിക്കുന്ന ശ്യാം കുമാർ. അദ്ദേഹമാണ് മുന്നോട്ട് നടന്നു വരുന്നത്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ മ്യാൻമറിൽ നിന്ന് കൊണ്ടുവന്ന ജേഡ് ബുദ്ധൻ, അദ്ദേഹത്തിൻ്റെ ശയന ബുദ്ധ പ്രതിമ.
ഇതെങ്ങനെയുണ്ട്? നല്ല രസമില്ലേ കാണാൻ? ഇത് മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം ഒഴുകി താഴെ എത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഒരു രസകരമായി തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചിത്രീകരിച്ചത്. ഉള്ളത് ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഇന്നലെ 2 മണിക്ക് എത്തി. യാത്രാനന്ദൻ്റെ കൂടെ ഉള്ള ആദ്യത്തെ യാത്രയാണ് ഞാനിവിടെ. ഞാൻ കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. 16ാമത്തെ രാജ്യമായിട്ടാണ് ചൈന സന്ദർശിക്കുന്നത്. എന്തായാലും ഈ യാത്രാനന്ദ ട്രാവൽസിൻ്റെ കൂടെ വന്നപ്പോൾ നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും 5 ദിവസം കൂടി ഇവിടെ ഉണ്ട്. ഞാനൊരു പാട്ട് പാടാം. നമ്മുടെ ജയചന്ദ്രൻ്റെ പാട്ട് തന്നെ ആവാം. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശൃംഗാരമൂറും നിൻരാഗപാനപാത്രം എന്നതരത്തോടടുക്കുമല്ലോ നിൻമണിയറയിലെ. ഇനി നമ്മുടെ യാത്ര ഓൾഡ് സിറ്റിയിലെ യുയുവാൻ ഗാർഡൻ എന്ന സ്ഥലം സന്ദർശിക്കാനാണ്. സിറ്റി ഗോൾഡ് ടെമ്പിൾ, ചൈനീസ് ഭാഷയിൽ പറഞ്ഞാൽ ചെങ് ഹുയാങ് മിയാവോ എന്ന ക്ഷേത്രത്തിന് സമീപമാണ് യുയുവാൻ ഗാർഡൻ. നമ്മൾ ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് താമരക്കുളം. ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ആകർഷകത്വമാണ് ഈ താമരക്കുളം. മിങ് രാജവംശകാലത്താണ് ഇത് നിർമ്മിച്ചത്, 1559. യു എന്നാൽ സന്തോഷം, ശാന്തി എന്നാണ് അർത്ഥം. അതുകൊണ്ട് സന്തോഷത്തോട്ടം എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇവിടെയുള്ള താമരക്കുളത്തിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള 9 വളവുകളുള്ള ഈ പാലമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകത്വം. അതുപോലെ ഇവിടെയുള്ള തെരുവുകളിൽ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ മാർക്കറ്റുകളും ഒക്കെയാണ് നിലനിർത്തിയിരിക്കുന്നത്. നമുക്കത് ഒക്കെ നടന്ന് കാണാം. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇവിടെ വന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഫോട്ടോ എടുത്ത സ്ഥലം. അതുകൊണ്ട് ഇവിടുത്തെ ഗൈഡുകളും മറ്റുമൊക്കെ അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളോട് വിശദീകരിക്കുന്നത്. നമുക്ക് തെരുവുകളിലൂടെ നടക്കാം. ഭക്ഷ്യവിഭവങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഇത് നീരാളി പൊരിച്ചു വെച്ചതാണ് നമുക്ക് കാണുന്നത്. മറ്റ് പാമ്പുകളെയൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നീരാളി, മറ്റു സീ ഫുഡ്സൊക്കെ ഇവിടെ കാണാനുണ്ട്. ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ ചായശാലയാണിത്, ടീ ഹൗസ്. ഇവിടെ ചൈനയിലെ 6 പ്രധാനപ്പെട്ട ചായ ഇനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഓരോ അവയവങ്ങളുടെയും ഉത്തേജനത്തിനുള്ള ചായകൾ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. ഊലോങ് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ, പൂയർ ടീ, വെർ ടീ, യെല്ലോ ടീ തുടങ്ങിയവയാണ്. ഇതിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഉത്തേജന ചായയൊന്നും വാങ്ങാതെ തന്നെ സ്ഥലം വിട്ടു. അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് ഉണ്ടായത്.
jasmine, ginseng, jasmine rolls, okay? And this is very healthy. In China, ഇത് ഞാൻ കണ്ട ഒരു ഓട്ടോറിക്ഷയാണ്. ഇതോടെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ.